നിതിൻ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനമായി. This news brought to you by Kalpaga Weddings, North Parvur. നിതിൻ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലുമായി ബന്ധപ്പെട്ട അവലോകനത്തിനായി കമ്മിറ്റി യോഗം ചേർന്നു. ആക്ഷൻ കമ്മിറ്റി കൺവീനർ KKS ചെറായി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ അഞ്ചർക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരം. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഹർത്താൽ ദിനത്തിൽ ചില മാധ്യമങ്ങൾ നടത്തിയതായി ആരോപിക്കുന്ന കപടപ്രചരണത്തിനെതിരെ യോഗം ആശങ്ക രേഖപ്പെടുത്തി. ജോയിന്റ് കൺവീനർ K. ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ മുകേഷ് പാറക്കൽ സ്വാഗതം, ഹരി വാല്യത്ത് നന്ദിയും രേഖപ്പെടുത്തി. ബിജു അയ്യപ്പിള്ളി, വിജയൻ ഞാറക്കൽ, സുനിൽ മാലിപ്പുറം, KK ജയന്തൻ, രതീഷ് നായരമ്പലം, ഡയാന സുരേഷ്, ശ്യാംലാൽ നായരമ്പലം, സലിഹരൻ എടവനക്കാട്, ഹരി KI, ഡോക്ടർ ബേബി, ജോഷി തിട്ടയിൽ, NG ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, നായിരമ്പലം. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ കണ്ണൂർ ദന്തൽ കോളേജിൽ നിതിൻ എന്ന് പറഞ്ഞ 22 വയസ്സുള്ള ഒരു പയ്യൻ മരണപ്പെട്ടിട്ട് ഈ നിമിഷം വരെ അതിൻ്റെ മുഖ്യപ്രതികളായ ആളുകളെ പോലും അറസ്റ്റ് ചെയ്യാനും മറ്റു നടപടിക്രമങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് മുകളിലത്തെ നിലയിൽ നിന്ന് കണ്ണൂർ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ 4-ാം നിലയിൽ നിന്നോ 5-ാം നിലയിൽ നിന്നോ താഴെ വീണു എന്ന് പറയുന്നിടത്ത് ഒന്നും മനസ്സിലാക്കേണ്ടത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു മുകളിൽ നിന്ന് വീണ ഒരാളുടെ അവസ്ഥയല്ല ആ ബോഡിക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് തീർച്ചയായിട്ടും കൊലപാതകം തന്നെയാണ്. ഒരു വഴിക്ക് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമാണെങ്കിൽ തന്നെയും മറ്റൊരു വഴിക്ക് നോക്കുമ്പോൾ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചതിൻ്റെ എല്ലാ അടയാളങ്ങളും ആ ഒരു മരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം 28-ാം തീയതി ഒരു ഹർത്താൽ കേരളത്തിലൊട്ടാകെ നടത്തുകയും ആ ഹർത്താലിനെ വളരെ ലാഘവത്തോടുകൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് ആദ്യത്തെ ഹർത്താലല്ല. ഇതിനു മുമ്പ് കേരളത്തിൽ നടപടിയായിട്ടുള്ള അല്ലെങ്കിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള ഹർത്താലുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു അപകടമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ ഒന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കാനില്ല എന്നതുകൊണ്ട് തന്നെയാണ് മനോരമ റിപ്പോർട്ടർ വളരെ ബോധപൂർവം ഒരു ക്യാൻസർ രോഗിയുടെ പ്രശ്നം എടുത്തു കാണിച്ചുകൊണ്ട് ഹർത്താലുകാർ പ്രശ്നക്കാരായി എന്നുള്ള രീതി, വഴിതടയലും മറ്റു പ്രശ്നങ്ങളുമായിട്ട് പ്രശ്നക്കാരായിട്ട് മാറി എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അവിടെ ഒരു 15 മിനിറ്റ് പോലും നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ട് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസിനോട് ആവശ്യപ്പെടാമായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അത് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. സമരക്കാരോട് തട്ടിക്കയറിയ സമയത്ത് അവർ പറയുന്നുണ്ട് തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷകൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവർക്ക് തട്ടിക്കയറി പ്രശ്നമുണ്ടാക്കാനുള്ളൊരു വ്യഗ്രതയാണ് ഉണ്ടായത്. ആ വ്യഗ്രത ഉണ്ടാക്കിയതിന് പിന്നിൽ ശരിക്കും മാധ്യമത്തിൻ്റെ, പ്രത്യേകിച്ച് മനോരമ ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് നല്ലൊരു പങ്കുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തു തന്നെയായാലും അജി ചാലക്കരിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ആക്ഷൻ കൗൺസിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തുടർന്നുള്ള വിഷയങ്ങൾ ഇന്ന് ചേരുന്ന ജില്ലാ യോഗങ്ങളും 7-ാം തീയതി നടക്കുന്ന സംസ്ഥാന തലത്തിലുള്ള യോഗത്തിലും തീരുമാനമുണ്ടാവും. എന്തു തന്നെയായാലും ഒരു നിതിൻ പോയപ്പോൾ എന്തിനാ ഒരു കുട്ടിയല്ലേ പോയെന്ന് പറയുമ്പോൾ 1000 യുവാക്കൾക്ക് തുല്യമാണ് ഒരു നിതിൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിതിൻ 10ാം ക്ലാസ്സും +2ഉം അതോടൊപ്പം തന്നെ ആ ദന്തൽ കോളേജിൽ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നടന്നിട്ടുള്ള 2 ഇൻറ്റേണൽ പരീക്ഷയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. ഏറ്റവും കഴിവുള്ള വിദ്യാർത്ഥികളെ, ഏറ്റവും ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളെ തച്ചുടക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സവർണതന്ത്രം. അതിന് ഉദാഹരണങ്ങളാണ് രോഹിത് വേമുലയായാലും സിദ്ധാർത്ഥനായാലും രജനീഷ് ആനന്ദായാലും. ഇവരെല്ലാം വളരെ ബുദ്ധിശേഷിയുള്ള വളരെ കാലിബറുള്ള കുട്ടികളായിരുന്നു. തുടർന്ന് നടക്കുന്ന സമരങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ നടക്കും. ഈ ഒരു ഐക്യം മറ്റൊരു തലത്തിലുള്ളൊരു കോർഡിനേഷനിലേക്ക് വഴിമാറുകയാണ്. കേരളത്തിലുള്ള മുഴുവൻ ദളിത് സംഘടനകളും ബുദ്ധിസ്റ്റ് സംഘടനകളും എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട്
ഒരു കൊടിക്കീഴിൽ അണിനിരക്കാവുന്ന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരക്കാവുന്ന ഒരു തലത്തിലേക്കാണ് സംസാരങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടുപോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഭാവി കേരളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും എത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ദളിതർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നെല്ലാം പോരാടിക്കുന്നു, എന്നെല്ലാം പോരാടിച്ചിട്ടുണ്ടോ അന്നെല്ലാം ഇവിടുത്തെ സവർണ ലോബികൾ, ഇവിടുത്തെ മറ്റു വിഭാഗക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട നല്ല മനുഷ്യർ, ജനാധിപത്യ വിശ്വാസികൾ അവരെല്ലാം ശക്തമായ പിന്തുണ അർപ്പിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഹർത്താൽ, ഇന്നലെ നടന്ന 28-ാം തീയതി നടന്ന ഹർത്താലിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഇവിടുത്തെ മനുഷ്യരായിട്ട് നിൽക്കുന്ന ആളുകളും ഒരുപാട് ലതമാർ, അതായത് നിതിൻ്റെ അമ്മയുടെ പേരിൽ ലതാണ്, ഒരുപാട് ലതമാരാണ് ഈ സമരത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. അതവർ നേരിട്ടും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും. അതുപോലെ ഒരുപാട് അശോകന്മാർ, നിതിൻ്റെ അച്ഛൻ്റെ പേര് അശോകൻ എന്നാണ്, ഒരുപാട് അശോകന്മാരും ലതമാരുമാണ് ഈ സമരം വിജയിപ്പിച്ചിട്ടുള്ളത്. അവരൊന്നും ദളിതരല്ല, അവരെല്ലാം നല്ല മനുഷ്യരാണ്, ജനാധിപത്യ വിശ്വാസികളാണ്. ഏതായാലും ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി ജനാധിപത്യപരമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാം പിന്തുണ നൽകിയ എല്ലാവർക്കും വിനീതമായിട്ടുള്ള ജയ് ഭീം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.